ഹായ്, എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്യപ്പമാണ്. അത് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള നെയ്യപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ നെയ്യപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാനിവിടെ 250 ml കപ്പിൽ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കിയിട്ട് 2 മണിക്കൂർ നേരം ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുതിർത്തിയെടുത്തതാണ്. ഇനി ഇതിലേക്ക് 2 അച്ച് ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട് മധുരത്തിന്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ശർക്കര നല്ലപോലെ ഉരുക്കിയെടുത്തിട്ടുണ്ട്. നമുക്കിനിത് നുറുക്ക് ഗോതമ്പ് എല്ലാതും അരച്ചെടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നുറുക്ക് ഗോതമ്പ് ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ചെറു ചൂടിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വേറെ വെള്ളമൊന്നും ഞാൻ ചേർക്കുന്നില്ല. ഈ ഒരു ശർക്കര ഉരുക്കിയ പാനിയിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് മുഴുവനും ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഏലക്കായയും ചേർത്ത് കൊടുക്കാം. ഞാൻ ഏലക്കായ ചേർക്കുന്നില്ല, ജീരകം തന്നെയാണ് ചേർക്കുന്നത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലൊന്ന് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ഇളക്കി കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇതൊന്ന് തിക്കായി വരും. റവ കുതിർന്ന് കഴിഞ്ഞാൽ തിക്കാവും. അപ്പോൾ നല്ലോണം കട്ടിയാണ് മാവെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ലൂസാക്കി എടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മാവ് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സാണ് ബാറ്റർ ഇരിക്കുന്നത്. ഇനി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 20 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയ ബാറ്റർ ഇരിക്കുന്നത്. അപ്പോൾ ഇനി വേറെ വെള്ളമൊന്നും ഞാൻ ചേർക്കുന്നില്ല. സാധാരണ നെയ്യപ്പം ഉണ്ടാക്കണ ആ ഒരു കട്ടിയിൽ മാവ് ഉണ്ടായാൽ മതി. അതുപോലെ തന്നെയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മാവും. അപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഓരോ തവിയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ചെറിയൊരു തവിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ നെയ്യപ്പാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇനി ഇതൊരു സൈഡായാൽ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് 2 സൈഡൊന്ന് കുക്കാക്കി എടുക്കുക. അപ്പോൾ നെയ്യപ്പം ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കോരി മാറ്റാം. ഇനി ബാക്കി എല്ലാ മാവും ഇതേപോലെ ചെയ്തെടുക്കാം.
അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള നെയ്യപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ബാക്ക് കട്ടി